ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പുട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് പുട്ടുപൊടി വെച്ചിട്ടല്ല, നമ്മൾ സാധാരണ രീതിയിൽ വറുത്ത അരിപ്പൊടി ഉണ്ടാവുമല്ലോ, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പത്തിരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന വേറൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണാം. അത് വേറൊരു രീതിയാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. എപ്പോഴും നമുക്ക് പുട്ടുപൊടി കിട്ടണമെന്നില്ല. അപ്പോൾ പുട്ടുപൊടി ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു പാത്രത്തിലേക്ക് പുട്ടുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ പൊടി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ പഴയ കാലത്ത് ഓർമ്മ വരും കേട്ടോ. അരിയൊക്കെ ഇടിച്ച് വറുത്ത് പുട്ടുണ്ടാക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതേ ഒരു സ്മെല്ലാണ് നമ്മൾ ഈ രീതിയിൽ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു പൊടി നനച്ചെടുക്കണം. സാധാരണ നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കാറ്. അപ്പോൾ ഈ ഒരു പുട്ടിന് പൊടി നനച്ചെടുക്കാൻ വേണ്ടി ചോറാണ് നമുക്ക് ആവശ്യം. നമ്മുടെ വീട്ടിൽ ഏത് അരിയാണ് വെക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ചോറെടുക്കാം. പിന്നെ അതുപോലെ തന്നെ മട്ടരി ആണെങ്കിൽ നമുക്ക് ആ ഒരു ചോറിനൊരു കളർ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ പുട്ടിനും ചെറിയൊരു കളർ വ്യത്യാസം വരും, അത്ര മാത്രമേ ഉള്ളൂ. ചോറ് നമ്മൾ എടുക്കുന്നതും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ എത്രയാണ് പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നനച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് കുറച്ച് ചോറെടുക്കാം. ഏകദേശം 2-3 തവിയൊക്കെ എടുത്താൽ തന്നെ ഒരു 2-3 ഗ്ലാസ് പൊടിക്ക് നനച്ചെടുക്കാൻ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചോറിന് മിക്സ് കൊണ്ട് വേണം നമുക്ക് ഇനി പൊടിയൊക്കെ നനച്ചെടുക്കാൻ. നമ്മൾ സാധാരണ പുട്ടിന് പൊടി നനച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെയാണ് നനച്ചെടുക്കേണ്ടത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നനച്ചെടുക്കാം. കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ. അപ്പോഴേ ഇത് നല്ലപോലെ നനഞ്ഞ് കിട്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പലർക്കും ഇത് അറിയാം, എന്നാലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പത്തിരിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സിമ്പിളാണ് ചെയ്തെടുക്കാൻ. സാധാരണ രീതിയിൽ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കുമ്പോൾ അതിൽ കട്ടകളൊന്നും ഉണ്ടാവില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ. ഇതങ്ങനെയല്ല, നമ്മൾ ചോറ് കൂട്ടിയിട്ട് നനച്ചെടുക്കുമ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല. വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കട്ടകളോടുകൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നല്ല നാടൻ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി കഴുകിയിട്ട് പൊടിച്ചെടുത്ത് വരുമ്പോൾ ചിലരത് വറുത്തിട്ടായിരിക്കും ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ വറുത്തിട്ട് ഉപയോഗിക്കുന്ന പൊടിയാണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതാ വളരെ പെട്ടെന്ന് നമുക്ക് പുട്ടുപൊടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, പൊടി നല്ല പോലെ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചാണ് ആ ചോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റി എടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് നമ്മുടെ പുട്ടിന് കിട്ടുന്നത്. പിന്നെ ഈ ഒരു പൊടി നല്ലപോലെ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വെക്കരുത്, ചിലപ്പോൾ ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. സാധാരണ പുട്ടുണ്ടാക്കണ ആ ഒരു ടൈമിന് കേട്ടോ. ഇതിനും കൂടുതൽ സമയം എടുക്കില്ല. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതും വെന്ത് കിട്ടും. ചോറ് ചേർത്ത് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയൊന്നുമില്ല, കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ആവി കയറി കിട്ടും. നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടാണല്ലോ പുട്ടുപൊടി ഇട്ട് കൊടുത്തത്. പിന്നീട് നമ്മൾ സെൻട്രലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുകൾ വശത്തും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ എത്രത്തോളം ചേർക്കുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പുട്ടിന്. അപ്പോൾ ഞാൻ പുട്ട് വേവിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കറിയാവും ചെയ്യും, പുട്ടും ആവും. പുട്ടുപാനിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് ആവി വരും. ഇത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയപ്പോഴത്തേനും പുട്ടിന് നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. നമ്മൾ ചോറ് ചേർത്തിട്ട് നല്ല ഹാർഡാവും എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പുട്ട്.
ഇനി പുട്ടുപൊടി ഇല്ലാച്ചിട്ട് ആരും വിഷമിക്കണ്ട, ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി. പിന്നെ രാവിലെ ഉണ്ടാക്കിയാൽ നമുക്ക് വൈകുന്നേരം വരെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. നല്ല അടച്ച് വെക്കണം. നമ്മൾ എന്താ പറയുക, കാസറോളിലേക്ക് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. അതൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, പത്തിരിപ്പൊടി കൊണ്ട് തന്നെ പുട്ടുണ്ടാക്കുന്നത്. പക്ഷേ അതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണിത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക.